ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അവസാനമായി പറഞ്ഞ വാക്കുകളിൽ മൂന്നാമത്തെ മൊഴിയായ യോഹന്നാൻ 19:26-27 വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. പ്രിയമുള്ളവരെ, ക്രൂശിൽ കിടക്കുന്ന യേശു ശരീരം വേദന കൊണ്ട് വിറയ്ക്കുമ്പോഴും അവൻ്റെ ഹൃദയം മറ്റൊരാൾക്കു വേണ്ടി താളം പിടിക്കുകയായിരുന്നു. ഈ കേട്ട മൂന്നാമത്തെ മൊഴിയിൽ നിന്നും യേശുവിൻ്റെ ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. യേശു ക്രൂശിൽ തൂങ്ങിയിരിക്കുകയാണ്. രക്തം വാർന്നൊഴുകുന്നുണ്ട്. ശ്വാസമെടുക്കാൻ പോലും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ വേദനയിലും യേശു എന്താണ് കാണുന്നത്? തൻ്റെ അമ്മയായ മറിയയെ, യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ. മരണത്തെ മുഖാമുഖം കാണുന്ന ഈ അവസ്ഥയിൽ പോലും യേശു തൻ്റെ അമ്മയുടെ ഭാവി മറന്നില്ല. ഈ അവസ്ഥയിലും യേശുവിന് തൻ്റെ അമ്മയോട് ഉണ്ടാകുന്ന സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ എന്ത് വേദനയിലായാലും മറ്റുള്ളവരെ ഓർക്കുക. സ്വന്തം പ്രശ്നങ്ങൾക്കപ്പുറം കാണുക. ഇന്നത്തെ ഈ ലോകത്ത് മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? എനിക്ക് മാത്രം, എൻ്റെ ജീവിതം, എൻ്റെ എന്നുള്ള വാക്കിന് ഇന്നത്തെ ലോകം വലിയ വില കൊടുക്കുന്നു. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ മൂന്നാമത്തെ മൊഴിയിലൂടെ, ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെക്കാളും സ്വന്തം ജീവിതത്തിനേക്കാളും മറ്റുള്ളവരുടെ ജീവിതവും നിന്റെ ഉത്തരവാദിത്വമാണ്. യേശു ക്രൂശിൽ നിന്ന് പോലും ഒരു കുടുംബത്തെ ഉണ്ടാക്കി. മറിയയും യോഹന്നാനും രക്തബന്ധമല്ല, എന്നാൽ ആത്മബന്ധമാണ്. ഇന്നത്തെ കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത്? സ്നേഹക്കുറവ്, ഉത്തരവാദിത്വക്കുറവ്, ശ്രദ്ധക്കുറവ്. എന്നാൽ ഇന്ന് നാം കേട്ട വചനത്തിലൂടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? കുടുംബം ദൈവത്തിൻ്റെ സമ്മാനമാണ്. എന്ത് വില കൊടുത്തും കുടുംബത്തെ നാം കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കണം. എത്ര വേദന വന്നാലും മറ്റുള്ളവരെ മറക്കരുത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ കരുതുന്നുണ്ടോ? അവരുടെ ഭാവി ജീവിതം സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നാം തകർക്കുന്നുണ്ടോ? ദൈവം ഇന്ന് നിന്നോട് പറയുന്നു, മറ്റുള്ളവരുടെ ജീവിതം നിന്റെ ഉത്തരവാദിത്വമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അമ്മ തൻ്റെ മകനെ ക്രൂശിച്ചതായി കാണുന്നു. ഒരു മകൻ തൻ്റെ അമ്മയുടെ കണ്ണുനീർ കാണുന്നു. ആ നിമിഷം അവിടെ സ്നേഹം ജയിക്കുന്നു. ഈ കേട്ട വചനത്തിലൂടെ തമ്മിൽ സ്നേഹമുള്ളവരായിരിപ്പേൻ. മാതാപിതാക്കളെ സംരക്ഷിക്കുവേൻ. മറ്റുള്ളവരെ കരുതുവേൻ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.